ഹലോ ഗൈസ്, അപ്പോൾ ഞാനൊന്ന് പുറത്ത് പോവാണ്. ഓക്കെ, കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഗൈസ്, ചായ മേടിച്ചു. ഗൈസ്, ചായ കുടിക്കുന്നു. ഗൈസ്, നല്ല അടിപൊളി ചായയാണ്. നല്ല സൂപ്പർ ചായ. വാവ്, സൂപ്പർ. പിന്നെ എല്ലില്ലാണ്ട് നിങ്ങൾ എന്തിനാ മേലെ കയറി ഇരിക്കുന്നത്? എല്ലാം അച്ഛപോയി തങ്കത്തിന് പോയാണ്. രണ്ട് മീൻ അയില വെച്ചിട്ട് ഇത് മുറിച്ച് കറി വെക്കണം. അയില മുറിച്ച് മഞ്ഞളും മുളകും ഉപ്പും ചേർത്ത് ഒന്ന് പുരട്ടി വെച്ചു. ഇനി നമുക്ക് മല്ലി, മുളക്, ഉലുവ ഇത് വറുത്തെടുക്കണം. നല്ല ബ്രൗൺ കളറാവുന്നത് വരെ വറുക്കുക. ആ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് തേങ്ങ കൂടി വറുത്തെടുക്കാം. തേങ്ങയും നല്ലപോലെ ബ്രൗൺ കളറാവുന്നത് വറുത്തെടുക്കാം. അപ്പോഴേക്കും നമുക്ക് ആവശ്യത്തിനുള്ള ചെറിയ ഉള്ളിയാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. അത് നന്നാക്കി എടുക്കാം. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കുറച്ച് ബുദ്ധിമുട്ടാണ്. കണ്ണുന്നൊക്കെ നല്ലപോലെ വെള്ളം വരും. ഇത് ഉണ്ടാവും കഴിവ്. അയ്യോ, എന്നെ കണ്ടോ? കണ്ണു വറക്കിയാലില്ല. ചോന്നങ്ങെത്തില്ല. അയ്യേ, ഇവൻ എന്താ ഇതെന്തിന്റെ കുഞ്ഞ്? എന്തിന്റെ കുഞ്ഞാ? എന്നോട് പറഞ്ഞ് കണ്ണിന്ന് വെള്ളം വരുന്നുണ്ട്. പക്ഷെ എരിയുന്നില്ല. വെള്ളം വരുന്നുണ്ട്, എരിയുന്നില്ല. അങ്ങോട്ട് കാണിക്ക്. എരിയുന്നില്ല, പക്ഷേ കണ്ണിന്ന് ഇപ്പൊ വെള്ളം വരാൻ തുടങ്ങി. അത് ഞാൻ കൊറേ തൊലിച്ചിട്ട് തെറിച്ചോണ്ട്. എനിക്ക് എരിയുന്നില്ല, പക്ഷെ വെള്ളം വരുന്നുണ്ട് പക്ഷെ എരിയുന്നില്ല. സയൻസ്. ഞാൻ മീന് വറുത്തിട്ടാണ് കേട്ടോ കറി വെക്കുക. കുറച്ചൊന്ന് ഒരു എന്താ പറയുക, നിങ്ങൾക്ക് വറുക്കാതെയും കറി വയ്ക്കാം. ഞാൻ കുറച്ചൊന്ന്
ഫ്രൈ ചെയ്തിട്ടാണ് കറി വെക്കുക. അപ്പോഴത്തേക്കും ചെറിയ ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി ഇവ നമുക്ക് അരിഞ്ഞെടുക്കാം. ഞാൻ കുടംപുളിയാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് മരപ്പുളിയും എന്ത് വേണമെങ്കിലും ചേർക്കാം. പിന്നെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മല്ലി, മുളക് ഇതൊക്കെ നമുക്കൊന്ന് മിക്സിയിൽ നല്ല പോലെ അരച്ചെടുക്കാം. എന്നിട്ട് ഈ വഴറ്റി വെച്ചിരിക്കുന്ന ഇതിനകത്തോട്ട് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യാം. കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് കുടംപുളിയും നമുക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് അതെല്ലാം കൂടി ഒന്ന് മിക്സ് ആവുന്നത് പോലെ കുറച്ച് വെള്ളം ഒഴിച്ച് വേവിക്കാം. ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് അതിനകത്തോട്ട് മീൻ ആഡ് ചെയ്യാം. മീൻ ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു 5 മിനിറ്റ് ഒന്ന് അത് മിക്സ് ആകുന്നത് വരെ അടുപ്പത്ത് വയ്ക്കാം. അപ്പോഴത്തേക്ക് നമ്മൾക്കൊരു പാൻ വെച്ച് ലേശം എണ്ണ ഒഴിച്ച് കുറച്ച് ഉലുവ, ചെറിയ ഉള്ളി, വറ്റൽമുളക് ഇതും ഒന്ന് മൂപ്പിച്ച് ഇതിനകത്തോട്ടേക്ക് നമുക്ക് ആഡ് ചെയ്യാം. നല്ല മണം വരുന്നുണ്ട്, നല്ല ടേസ്റ്റാട്ടോ. അത് എന്നിട്ട് നമുക്കൊന്ന് അടച്ച് വെക്കാം. അടച്ച് വെച്ച് ഒരു ഫുഡ് കഴിക്കാനാവുന്ന സമയത്ത് നമുക്ക് തുറക്കാം. ഇതാ നോക്കൂ, അടിപൊളി നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. നല്ല ടേസ്റ്റാട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ ബൈ ബൈ.